കർത്താവിന് മഹത്വം. ഈ നല്ല ദിനത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എന്നെ സ്നേഹിക്കുകയും അളവ് കൂടാതെ ചേർത്ത് പിടിക്കുകയും ചെയ്ത എല്ലാ വ്യക്തികൾക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. നമ്മൾ സ്ഥിരം വായിക്കാറുള്ള ഒരു വേദപുസ്തകത്തിലെ ഭാഗമാണ് 1-ാം സങ്കീർത്തനം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപിയുടെ വഴി നിൽക്കാതെയും പരിഹാസിയുടെ ഇരിപ്പിടത്തിലിരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ രാപ്പകൽ ധ്യാനിച്ച് ഇരിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്ത വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഈ പുസ്തകത്തിലെ സങ്കീർത്തന പുസ്തകങ്ങളിലെ 1-ാമത്തെ വാക്യം ബൈബിളിനകത്ത് ഞാൻ എടുത്ത ഒരു ഭാഗമാണ്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴി നിൽക്കാതെയും പരിഹാസിയുടെ ഇരിപ്പിടത്തിരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യം. ഇത് കേട്ട ഉടനെ ബൈബിൾ വായിക്കുന്ന, ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ആൾക്കാർ ഉടനെ വേദപുസ്തകം വായിക്കാൻ തുടങ്ങും, രാവിലെ മുതൽ രാത്രി വരെ. അതിനെക്കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. ഈ ബൈബിൾ മൊത്തം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും പറയാറുണ്ട്, ഡീകോഡ് ചെയ്താണ് ദൈവം വെച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാനാണ്. ന്യായപ്രമാണത്തിൻ്റെ കാലഘട്ടം യഹൂദൻ്റെ അടുക്കൽ യേശുക്രിസ്തു വന്ന നാൾ അത് കഴിഞ്ഞുപോയി. അല്ലെങ്കിൽ ക്രൂശ് എന്ന് വന്നോ അതോടുകൂടി അത് മാറിപ്പോയി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ഈ വേദപുസ്തകത്തിലെ വാക്യം വായിച്ചതിൻ്റെ കാരണം, ഇതിലെ അനുഗ്രഹങ്ങൾ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്ത വൃക്ഷം പോലെ ആയിരിക്കാൻ വേണ്ടി നമ്മൾ രാവിലെ മുതൽ രാത്രി വരെ ബൈബിൾ വായിച്ചെന്ന് പറഞ്ഞോ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞോ ഒന്നും നടക്കാൻ പോകുന്നു. ഏറ്റവും കൂടുതൽ ദരിദ്രന്മാർ, ഏറ്റവും കൂടുതൽ രോഗികൾ, ഏറ്റവും കൂടുതൽ ഭാരത്തിലിരിക്കുന്നവർ, ഏറ്റവും കൂടുതൽ സങ്കടത്തിലിരിക്കുന്നവർ യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് പിൻചെല്ലുന്നവരാണ്. ഒരു പറയും കഷ്ടതയിൽ കൂടി മാത്രമേ ദൈവരാജ്യം കടക്കാൻ പറ്റത്തുള്ളൂ. ബ്ലണ്ടറാണ്. ദൈവം ഒരു മതത്തിനകത്തും ഇല്ല എന്നത് ആദ്യത്തെ സത്യം. യേശുക്രിസ്തു പരിചയപ്പെടുത്തിയ പിതാവായ ദൈവം ഈ ഭൂമിയിൽ ഏക സത്യ ദൈവമാണ്. യേശു മതമുണ്ടാക്കാൻ വന്നില്ല, മനുഷ്യനാണ് മതമുണ്ടാക്കിയത്. യേശു പിതാവിനെ മനുഷ്യർക്ക് പരിചയപ്പെടുത്താൻ, മറഞ്ഞിരിക്കുന്ന പ്രപഞ്ച സൃഷ്ടാവിനെ മനുഷ്യൻ്റെ മുമ്പിൽ വെളിപ്പെടുത്താൻ താൻ മനുഷ്യരൂപത്തിൽ വന്ന് അവരോട് സംസാരിക്കുകയും അവരോട് തങ്ങൾക്ക് സൃഷ്ടാവായ ഒരാളുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തതാണ് പുതിയ നിയമത്തിലെയും ബൈബിളിലെയും വാക്കുകൾ. യേശുക്രിസ്തുവിൻ്റെ അരികിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൽ 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. അതിൽ ഇങ്ങനൊരു ഭാഗം കാണുന്നു: പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയുകയില്ല. നമ്മളെല്ലാം വിചാരിക്കും, പാട്ട് പാടിയത് കൊണ്ടോ ആരാധിച്ചത് കൊണ്ടോ പള്ളിയിൽ പോയത് കൊണ്ടോ ഞാൻ പള്ളിയിലെ പാസ്റ്റർമാരുമായിട്ട് നല്ല ബന്ധമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടോ കർത്തൃമേശ സ്ഥിരമായിട്ട് എടുത്തത് കൊണ്ടോ എല്ലാ ദിവസവും ആരാധനയ്ക്ക് പോയത് കൊണ്ടോ മുടങ്ങാതെ തിരുവെഴുത്ത് വായിച്ചത് കൊണ്ടോ ഒന്നും ഈ സങ്കീർത്തന പുസ്തകങ്ങളിലെ 1-ാമത്തെ അധ്യായത്തിൻ്റെ വാക്യങ്ങളിൽ നമ്മൾ കാണുന്ന അനുഗ്രഹങ്ങൾ ഒന്നും നമുക്ക് പ്രാപിപ്പാൻ പറ്റത്തില്ല. കാരണം ദൈവം നമ്മളൊക്കെ വിചാരിക്കും പോലെ ഈ ഭൂമിയിൽ നിങ്ങൾ ശ്രദ്ധിച്ച 2 മനുഷ്യരുണ്ട്, 2 രീതിയിൽ ജീവിക്കുന്നവർ. ഒന്ന്, ദൈവത്തിൻ്റെ ജീവനിൽ വിശ്വസിച്ച് ജീവിക്കുന്നവർ.
2 ലോകപരമായി ജീവിക്കുന്ന ആൾക്കാർ. ദൈവം എപ്പോഴും ഈ ലോകപരമായി ജീവിക്കുന്നവരുടെ പിറകിലാണ്. ഈ 1-ാമത്തെ സങ്കീർത്തന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ജീവനാണ്. ന്യായപ്രമാണത്തെ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചല്ല എഴുതിയിരിക്കുന്നത്, ജീവനെ ഹോൾഡ് ചെയ്യുക. ന്യായപ്രമാണം എന്ന് പറയുന്നത് ലോയാണ്. ഹീബ്രുവിൽ ആ വാക്കിനെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ന്യായപ്രമാണം എന്ന വാക്ക് നമ്മളെടുത്തൊന്ന് പഠിച്ചാൽ അതിനകത്ത് എഴുതിയിരിക്കുന്നത് കർത്താവിൻ്റെ നിയമം. ഹീബ്രുവിൽ യുബാറ്റോറാറ്റോ എന്നാണ്. UBATOWRATOW എന്നാണ്. അതിൻ്റെ അർത്ഥം ദൈവവുമായി ചേർന്ന് മനുഷ്യൻ ചെയ്യുന്ന ഉടമ്പടി, അല്ലെങ്കിൽ ഒരു ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഒരു നിയമം. ഇസ്രായേൽ ജനം നടന്നു വന്നപ്പോൾ അവർക്ക് നിയമം കൊടുത്ത ആ നിയമത്തെക്കുറിച്ചല്ല കർത്താവ് പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തു പുതുനിയമത്തിൽ കൊണ്ടുവന്ന ദൈവത്തിൻ്റെ ക്രൈസ്റ്റ് എന്ന അനോയിൻറ്റ്മെൻ്റ് ഉള്ളിലിരിക്കുന്ന ഒരു വ്യക്തിയുടെ, ശ്രദ്ധിച്ച് കേൾക്കണം, ക്രിസ്തു എന്ന മനോഭാവത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി, അവൻ ദൈവവുമായിട്ട് ചേർന്ന് ഉണ്ടാകുന്ന ഒരു ഉടമ്പടിയാണ്, ആ നിയമമാണ് ഈ ലോ എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ നമ്മൾ ഉടനെ ന്യായപ്രമാണത്തിൽ രസിക്കണമെന്ന് പറയുമ്പോൾ മലയാളത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് കമാൻഡ്മെൻറ്റ്സ് എന്നാണ്. ദൈവവുമായിട്ടുള്ള ഒരു, നമുക്ക് വേണമെങ്കിൽ ആ വാക്യം ഒന്ന് ഇംഗ്ലീഷ് വായിച്ച് കാണിച്ചില്ല. സങ്കീർത്തന പുസ്തകങ്ങളിൽ 1-ാമത്തെ അധ്യായത്തിൽ 2-ാം വാക്യം, ഡിലൈറ്റ് ഈസ് ഇൻ ദ ലോ ഓഫ് ദ ലോർഡ്. ന്യായപ്രമാണം എന്നുള്ളത് ദൈവവുമായിട്ടുള്ള നിയമമാണ്. ദൈവവുമായിട്ടുള്ള നിയമം എവിടെ കിടക്കുകയാണ്? ദൈവവുമായിട്ടുള്ള നിയമം വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ, ക്രിസ്തു എന്ന മനോഭാവത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഉള്ളിലെ ദൈവവുമായിട്ടുള്ളൊരു നിയമമുണ്ട്. അത് എഴുതപ്പെട്ട നിയമമല്ല, പറഞ്ഞു വെച്ച നിയമമല്ല. ദൈവവുമായിട്ടൊരു ഭാര്യയും ഭർത്താവും ജീവിക്കുന്നു, എഴുതപ്പെട്ട നിയമത്തിലാണോ അവർ ജീവിക്കുന്നത്? മക്കൾ ജീവിക്കുന്നു, എഴുതപ്പെട്ട നിയമത്തിലാണോ? അല്ല, അതൊരു റിലേഷനാണ്. ആ നിയമമാണ് യഥാർത്ഥത്തിൽ ഇവിടെ എഴുതിയിരിക്കുന്നത്. അങ്ങനെ ജീവിക്കുന്ന പ്രത്യേകതയാണ് 3-ാം വാക്യത്തിൽ കൊടുത്തിരിക്കുന്നത്. അവൻ ആറ്റരികെ നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം. അങ്ങനെ ഒരു വൃക്ഷത്തെ ഈ ലോകത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും? ഇല വാടാത്തൊരു വൃക്ഷം. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഈ 3-ാമത്തെ വാക്യം വലിയ ക്രിസ്ത്യാനിയാണെന്ന് അഭിമാനിക്കുന്ന, വലിയ പ്രമാണിയാണെന്ന് അഭിനയിക്കുന്ന, ഞാൻ തിരുവെഴുത്തുകളിലെ എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട്, ലോക പ്രശസ്തനാണെന്ന് പറയുന്ന ഒരാൾക്കും ഇന്നില്ല. ഇത് ക്രമമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഈ 3-ാം വാക്യത്തിൽ ദൈവം ചുരുക്കി വെച്ചിരിക്കുന്നത്. നിക്കോദിമോസ് ഒരിക്കൽ യേശുക്രിസ്തുവിനോട് വന്ന് ചോദിച്ചു, കർത്താവേ, എന്ത് പറയാനാ, 2-ാം വാക്യത്തിൽ പറയുന്നു, യോഹന്നാൻ സുവിശേഷം 3:2, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയത്തില്ല. മനുഷ്യൻ ഒന്നാമതായി ജനിച്ചപ്പോൾ നിക്കോദിമോസ് ഈ കർത്താവായ യേശുക്രിസ്തു ഭൂമി വന്ന് പറഞ്ഞ ഉപമകളും വാക്കുകളും നമ്മൾ ചിന്തിക്കും പോലെ കഥകളല്ല. ഇവിടുത്തെ പരീക്ഷ സമൂഹത്തെ നോക്കി താനൊരു ഉപമ പറഞ്ഞാൽ ബാക്കിയുള്ള ഒരാൾക്കും അത് മനസ്സിലാകത്തില്ല. യഹൂദൻ്റെ ഇടയിൽ പുരോഹിതന്മാരെ കുറിച്ചൊരു വാക്ക് പറഞ്ഞ്, ഒരു ഉപമ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് മനസ്സിലാകും. അതാണ് ദൈവത്തിൻ്റെ ജ്ഞാനം. ഇവിടെ നിക്കോദിമോസിനോട് പറഞ്ഞ കാര്യം, നിക്കോദിമോസ് സാധാ ഒരു മനുഷ്യൻ്റെ ജ്ഞാനത്തിലും അറിവിലും ചോദിക്കുകയാണ് തിരിച്ച്, പുതുതായി ജനിച്ചില്ല എങ്കിൽ ആർക്ക് ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയത്തില്ലെന്ന്. കയറാൻ പിന്നെയുള്ള കാര്യമാണ്, കാണാൻ പോലും കഴിയത്തില്ല. 4-ാം വാക്യം, മനുഷ്യൻ വൃദ്ധനായി ശേഷം, അപ്പോൾ പുള്ളിക്കാരൻ വൃദ്ധനാണ്, ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ യേശു അതിന് ഉത്തരം പറഞ്ഞു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിലാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയത്തില്ല. ഉടനെ നമ്മൾ ഒരു പാസ്റ്ററെ കണ്ടുപിടിച്ച്
ഉടനെ ഒരു സ്നാനക്കുളത്തിനകത്ത് ചെന്ന് മുങ്ങി വെള്ളത്താൽ ജനിച്ചു. അന്യഭാഷ പ്രാപിച്ചെന്ന് പറഞ്ഞ് ആത്മാവിൽ കിടന്ന് കസാരയൊക്കെ അടിച്ച് പൊട്ടിച്ച് 10 പേര് പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ ഓടി, ഭ്രാന്തന്മാരെ പിടിക്കും പോലെ ഓടി. ഞാൻ തെറ്റായിട്ട് ചിന്തിക്കരുത്, ഓടി. ഞാനും അങ്ങനെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഓടി അഭിഷേകം വന്നെന്ന് പറഞ്ഞ്, ആത്മാവ് നിറഞ്ഞെന്ന് പറഞ്ഞ് നമ്മളെ തന്നെ വിഡ്ഢിയാക്കി മുമ്പോട്ട് പോകും. പക്ഷേ യേശു പറഞ്ഞ അർത്ഥം, വെള്ളത്താൽ ആത്മാവിലാൽ ജനിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, എനിക്ക് ഒത്തിരി പരിചയക്കാരുണ്ട്. ക്രൂരന്മാരായിരുന്ന്, വീട്ടിൽ സമാധാനം കൊടുക്കാതെ ഇരുന്ന്, മരണത്തെ മുഖാമുഖം കണ്ട ഒത്തിരി കൂട്ടുകാരെന്ന് പറഞ്ഞാൽ പരിചയത്തിലുള്ളവരാണ്. ഇവരെല്ലാ പേരും ഇന്ന് സ്വസ്ഥമായി ജീവിക്കുന്നതിൻ്റെ പിന്നിൽ അവർ വീണ്ടും ജനിച്ചത് കൊണ്ടാണ്. ഒരു മനുഷ്യൻ വീണ്ടും ജനിക്കാനുള്ള കാരണം അവൻ്റെ സിറ്റുവേഷൻ്റെ അകത്ത് നിന്ന് അവൻ ജനിക്കുകയാണ്. ഉദാഹരണം പറഞ്ഞാൽ, യേശുക്രിസ്തു ഒരു ഉപമ പറഞ്ഞു. യഥാർത്ഥ പുരോഹിത വൃന്ദത്തെക്കുറിച്ച് പറഞ്ഞതാണെങ്കിലും ഞാൻ അതിനെക്കുറിച്ച് എടുക്കുവാൻ ആഗ്രഹിക്കുക. ഒരു ധൂർത്തുപുത്രൻ്റെ കഥ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാർ കേൾക്കുകയും യഹൂദന്മാർ കേൾക്കുകയും പറയുക. ധൂർത്തുപുത്രൻ അവിടെ നിന്ന് ഭവനത്തിൽ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് വയലിലേക്ക്, വീട്ടിൽ ബഹളം ഉണ്ടാക്കി നേരെ നാട്ടിലേക്ക് പോവുകയാണ്. അടിച്ചു പൊളിക്കാൻ പോവുകയാണ്. താൻ തൻ്റെ കയ്യിലുള്ള ക്യാഷൊക്കെ എടുത്ത് അടിച്ചു പൊളിച്ചു. തനിക്ക് വിശപ്പ് വന്നു. എന്തു വന്നു? വിശപ്പ് വന്നപ്പോൾ വാള വര എടുത്ത് തിന്നാൻ ശ്രമിക്കവേ തൻ്റെ അപ്പൻ്റെ വിരുന്ന് മേശയുടെ അരികിലുള്ള വേലക്കാർക്ക് തിന്ന് ശേഷിപ്പിക്കുന്ന ഫുഡ് താൻ ആഗ്രഹിച്ചു. അപ്പോൾ അവൻ്റെ മൈൻഡ് സെറ്റ് അങ്ങോട്ട് പോയി. അപ്പൻ്റെ വീട്ടിൽ അപ്പൻ്റെ വിരുന്ന് മേശയിൽ നിന്ന് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം മിച്ചം വരുന്ന ആഹാരം, വേലക്കാരിൽ നിന്ന് മിച്ചം വരുന്ന ആഹാരം അവൻ കണ്ടിട്ടുണ്ട്. യേശുക്രിസ്തു ഇത് പറഞ്ഞത് പുരോഹിതന്മാരെ കുറിച്ചാണെങ്കിലും ആ ധൂർത്തുപുത്രൻ അവിടെ വീണ്ടും ജനിക്കുകയാണ്. റിപ്പൻറ്റൻസ് നടത്തി വീണ്ടും ജനിച്ച് യേശുക്രിസ്തുവിൽ ജനിക്കപ്പെട്ടതുപോലെ താൻ, ഈ ചില ആൾക്കാർ പറയും കള്ളൻ്റെ കയ്യിൽ മാത്രമേ താക്കോൽ കൊടുക്കാവൂ. കള്ളനെ എൻകറേജ് ചെയ്ത് ഒരു താക്കോൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ ലോകത്തിലെ ഒരു കള്ളനും പിന്നെ ആ വീട്ടിനകത്ത് കയറത്തില്ല. അങ്ങനെ ഒരു സൈക്കോളജി ഉണ്ട്. കാരണം അവനെ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഏൽപ്പിച്ചിരിക്കും. ഇന്നത്തെ കാലത്ത് പറ്റത്തില്ല, പണ്ടത്തെ കഥയാണ്. അപ്പോൾ ഈ ധൂർത്തുപുത്രൻ വാള വരെ തിന്നാൻ ആഗ്രഹിച്ചാൽ അപ്പൻ്റെ വിരുന്ന് മേശ ഓർത്തെന്ന്. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ, കഷ്ടങ്ങൾ, വേദനകൾ ഒരിക്കലും നിലയ്ക്കത്തില്ല. മരണം ഈ ശ്വാസം നിൽക്കും വരെ അതുണ്ടാകും. പക്ഷേ, വാക്ക് അടിവരയിടണം, പക്ഷേ നിങ്ങളെവിടെ പോയാലും നിങ്ങൾക്ക് ഒരു സൃഷ്ടാവുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ആ സൃഷ്ടാവ് വസിക്കുന്നെന്നും ആ സൃഷ്ടാവിൽ നിങ്ങൾ ജനിച്ചാൽ ദൈവം നിങ്ങളെ സ്ട്രെങ്തനാക്കി അല്ലെങ്കിൽ ബലപ്പെടുത്തി നടത്തുമെന്നും നിങ്ങൾ അറിയണം. ഇന്ന് നമ്മൾ ക്രിസ്തീയ ലോകത്ത് ചെന്ന് കഴിഞ്ഞാൽ കുറേ ഗിമിക്സ് കാണാൻ പറ്റും. എന്താണ് ഗിമിക്സ് എന്നറിയാമോ? രോഗസൗഖ്യമാകുന്നു, ഭൂതം മാറുന്നു. നടക്കത്തില്ലെന്ന് ഞാൻ പറയത്തില്ല, നടക്കും. അത്ഭുതങ്ങൾക്ക്, വീര്യപ്രവൃത്തികൾക്കും ദൈവം വലിയ കാര്യങ്ങൾ അവിശ്വാസികളുടെ ഇടയിൽ പോലും ചെയ്യുന്നു. പക്ഷേ ഞാൻ ഈ വിശദമായി പറഞ്ഞു പോകുന്നതിൻ്റെ കാരണം എന്നറിയാമോ? ഈ ബ്ലെസ്സിങ് ഇന്ന് വരെ ആരും കൈനീട്ടി എടുത്തിട്ടില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ ഫ്ലറിഷ് ആകണമെന്നും നിങ്ങൾ ബ്ലെസ്ഡ് ആകണമെന്നും നിങ്ങളുടെ ലൈഫിനകത്ത് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെന്നും ആഗ്രഹമുണ്ടെങ്കിൽ 100% ഞാൻ നിങ്ങളോട് വ്യക്തമായി വിളിച്ച് പറയാം, യേശുക്രിസ്തു എന്ന അനോയിൻറ്റ്മെൻറ്റിനെ സങ്കടപ്പെടുത്താതെ മുമ്പോട്ട് പോകണം. സങ്കടപ്പെടുത്താതെ, ഗ്രീവൻസ്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ മുമ്പോട്ട് പോകണം.
ചിലപ്പോൾ വലിയ വില കൊടുക്കേണ്ടി വന്നെന്നിരിക്കാം. ചിലപ്പോൾ മറ്റുള്ളവർ നമ്മളെ മാറ്റി നിർത്തിയെന്ന് വരാം, മറ്റുള്ളവർ നമ്മളെ സങ്കടപ്പെടുത്തിയെന്ന് വരാം. പക്ഷേ ഇതെന്തൊക്കെ ചെയ്താലും നമ്മൾ തിരിച്ചു വരണം. കാരണം അപ്പൻ്റെ ഭവനത്തിനകത്ത് നിങ്ങൾക്ക് കിട്ടുന്ന പ്രൊട്ടക്ഷൻ പുറത്ത് കിട്ടത്തില്ല. പുറത്തെന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ ആ ഒരു നിയമത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു പോയാൽ നിങ്ങൾ ഒരിക്കലും ബ്ലസ്ഡ് ആകത്തില്ല. 2-ാം സങ്കീർത്തനത്തിൻ്റെ അവസാന വാക്യത്തിൽ പറയുന്നു, വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കേണ്ടതിന് പുത്രനെ ചുംബിക്കണം. നമ്മളിതൊക്കെ വായിച്ചു വിടാറുണ്ടെങ്കിൽ ഇതിൻ്റെ ആത്മാർത്ഥങ്ങൾ പിടികിട്ടത്തില്ല. ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞ ആൾക്കാരോടാണ്. യേശുക്രിസ്തു അകത്ത് വസിക്കുന്നു, നിങ്ങളും ദൈവമായിട്ട്. ഇപ്പോൾ വിവാഹ ഉടമ്പടി എന്ന് നമ്മൾ പറയും. വിവാഹത്തിന് വരുന്ന ഭാര്യ ഭർത്താവായി നിൽക്കുന്ന 2 പേർ, അവർ എപ്പോഴാണ് ആ ഉടമ്പടി അല്ലെങ്കിൽ അവർ ഒരുമിച്ച് ഉടമ്പടി എടുക്കുന്നറിയാമോ? കല്യാണ പന്തലിൽ വെച്ചല്ല. ഈ മനുഷ്യൻ്റെ കൂടെ ദുഃഖം വന്നാലും ദുരിതം വന്നാലും ഞാൻ ജീവിച്ചു കൊള്ളാമെന്ന് ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് തിരിച്ച് ഭാര്യയോടും മാനസികമായി എടുക്കുന്ന ഒരവസ്ഥയാണ് ഉടമ്പടി. അവരപ്പോൾ ഉടമ്പടി എടുത്തെങ്കിലും 1 മാസം 6 മാസമൊക്കെ നല്ല രീതിയിൽ ഇപ്പോൾ 6 മാസം കഴിയുമ്പോൾ സ്നേഹം തണുക്കാൻ തുടങ്ങും. ഇത്രയേ ഉള്ളൂ കാര്യങ്ങളെന്നൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങും. അത് കഴിയുമ്പോൾ മുമ്പോട്ട് പോകുമ്പോൾ ചില വിഷയങ്ങളും പ്രശ്നങ്ങളും അടിയും വഴക്കും ഒക്കെ ജീവിതത്തിനകത്ത് വരുമ്പോൾ ഇവർ എങ്ങനെ പിടിച്ചു നിൽക്കുന്നു എന്ന് നോക്കും. മനസ്സിലായോ? ഉടമ്പടിയുടെ ബലമാണ്. ചിലർ പകുതി വെച്ചിട്ടിട്ട് പോകും, ചിലർ നിലനിൽക്കും. ചെറിയ ചെറിയ എൻവീസ്, പ്രശ്നങ്ങൾ, ഉരവുകളെല്ലാം മാറ്റി അവർ വീണ്ടും വീണ്ടും പുതുക്കത്തോടെ മുമ്പോട്ട് പോകും. കാരണം നമ്മൾ കട്ട വെച്ച് വീട് പണിയാം, പക്ഷേ ഭവനം പണിയാൻ പറ്റത്തില്ല, കുടുംബം പണിയാൻ പറ്റത്തില്ല. ഭവനമല്ല, കുടുംബം പണിയാൻ പറ്റത്തില്ല. ഭവനം പണിയാം. കുടുംബം പണിയണമെങ്കിൽ ദൈവം നമ്മുടെ ഉള്ളിൽ ബലം തരണം, ക്ഷമ തരണം, കരുണ തരണം, സ്നേഹം തരണം, ദൈവത്തിൻ്റെ സ്വഭാവങ്ങൾ ഒഴുകി വരണം. കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, എന്നെ കൂടാതെ നിങ്ങൾക്ക് യാതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. യഹൂദന്മാരോടാണ് പറഞ്ഞതെങ്കിലും ശിഷ്യന്മാരോടാണ് പറഞ്ഞതെങ്കിലും ഇന്ന് ആ വാക്യം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് ദൈവവുമായിട്ടുള്ള ഉടമ്പടി. ഒരു ഭർത്താവ് ഭാര്യയെ ഒളിച്ച് ചെയ്യുന്ന ഒരു പ്രശ്നം, ഭർത്താവ് ഭാര്യയുമായിട്ടുള്ള തെറ്റായ ഒരു പ്രശ്നം, അവരത് പറഞ്ഞു തീർത്തില്ല. അപ്പോൾ ഭർത്താവ് ഭാര്യയെ ചതിച്ചു, ഭാര്യ ഭർത്താവിനെ ചതിച്ചു. ഇങ്ങനെ ആ ഉടമ്പടിയിൽ അവർ തെറ്റായി പോയാലും വീണ്ടും അത് റീസ്റ്റോർ ചെയ്ത് കൊണ്ടുപോയാലും അവരുടെ ഉള്ളിൽ ആ കന്മശം കാണും. അത് കുറച്ച് ദിവസം കഴിഞ്ഞ് അത് മാറ്റി ക്ലിയറാക്കി. ഈ വിശ്വസ്തത എന്ന് പറയുന്ന സാധനം ഒത്തിരി നാൾ കൊണ്ടുണ്ടാക്കുന്ന സാധനമാണ്. അത് ഒരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് റീസ്റ്റോർ ചെയ്തെടുക്കാൻ ഒത്തിരി നാൾ പിടിക്കും. അതാണ് ഉടമ്പടിയുടെ പ്രശ്നം. യേശുക്രിസ്തുവുമായിട്ടൊരു മനുഷ്യൻ ബന്ധപ്പെട്ട് തുടങ്ങിയാൽ, യേശുക്രിസ്തുവിൽ കൂടി പ്രപഞ്ച സൃഷ്ടാവായ ആ വലിയ തേജസ്വരൂപനായ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങിയാൽ അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവൻ ചെയ്യുന്നത് സാധിക്കണമെങ്കിൽ ആ ഉടമ്പടി തെറ്റിക്കാതിരിക്കണം. എന്താണ് ആ ഉടമ്പടി എന്നറിയാവോ? ക്രിസ്തു എന്ന വലിയ ഒരു പ്രപഞ്ച സത്യത്തെ ഞാൻ വഹിച്ചുകൊണ്ട് നടക്കുന്നു എന്നുള്ള ഒരു ഈ ശരീരത്തിനകത്ത്, ഈ ബോഡിക്കകത്ത് ഞാൻ ക്രിസ്തുവിനെ വഹിക്കുന്നു. ദൈവത്തിൻ്റെ മന്ദിരമായ ഞാൻ യേശുക്രിസ്തു എന്ന വലിയ അനുഗ്രഹിക്കപ്പെട്ട പ്രപഞ്ച സൃഷ്ടാവിനെ ഇരുത്തിയിരിക്കുന്നു എന്നുള്ള ബോധ്യം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകണം. അതാണ് തിരുവെഴുത്തിൽ ആ സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത്. യഹോവയുടെ ന്യായപ്രമാണത്തിൽ ധ്യാനിക്കുന്നവർ രാവും പകലും ഈ ചിന്തയിലായിരിക്കണം നമ്മൾ ലോഫുള്ളായിട്ട് ജീവിക്കേണ്ടത്. അല്ലാതെ ന്യായപ്രമാണത്തിൻ്റെ 10 കൽപ്പനയും അനുസരിച്ച് 613 കൽപ്പനകളനുസരിച്ച് ജീവിക്കാനല്ല കർത്താവ് പറഞ്ഞത്. ദ ലോ ഓഫ് ഗോഡാണ്, ദൈവത്തിൻ്റെ ലോയാണ്. യുബാറ്റററ്റോ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ദൈവവുമായിട്ട് ചെയ്യുന്നൊരു ഉടമ്പടി, വിവാഹ ഉടമ്പടി പോലെ ദൈവവുമായിട്ട് ഒരു മനുഷ്യൻ താൻ എപ്പോഴാണോ ദൈവത്തെ അറിയുന്നത്, പുതുതായി ജനിക്കുന്നത്. ഈ വെള്ളത്താൽ ജനിച്ചെന്ന് പറഞ്ഞാൽ സ്നാനക്കുളത്തിലെ വെള്ളത്തിൻ്റെ ജന്മമല്ല. വെള്ളത്താലുള്ള ജന്മം എന്ന് പറഞ്ഞാൽ
യേശു ക്രിസ്തുവിൻ്റെ വിലാപ്പുറത്ത് കുത്തിയപ്പോൾ വെള്ളവും രക്തവും പുറപ്പെട്ടെന്ന്. എന്തിനാണ് വെള്ളവും രക്തവും പുറപ്പെട്ടെ? യേശു വെള്ളം കുടിച്ചുകൊണ്ടിരുന്നതുകൊണ്ടാണ്. എബ്രായ ലേഖനത്തിൽ പറയുന്നു, ആ വെള്ളം നമ്മളെ ശുദ്ധീകരണത്തിനായി ഉപയോഗിക്കുന്നു. അതേ രക്തം നമ്മളെ റിഡംഷനായിട്ട് ഉപയോഗിക്കുന്നു. ഈ രണ്ട് സംഭവങ്ങളും നമ്മുടെ ജീവിതത്തിനകത്ത് പുതുതായി ജനിക്കാൻ, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അവൻ വെള്ളത്തിനകത്ത് ഉരുവാകുന്നു. രക്തം ആണ് ആദ്യമായി അവൻ്റെ ജീവിതത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു കുഞ്ഞിൻ്റെ ഉള്ളിൽ കുഞ്ഞായി ഫോം ചെയ്യുന്നതിന് മുമ്പേ ബ്ലഡാണ് ഫോം ചെയ്യുന്നത്. ആ ബ്ലഡാണ് ആദ്യം നമ്മൾ കാണുന്ന സ്പോട്ട്. ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ ജനിക്കപ്പെട്ടവരാണ്. യേശുവിൻ്റെ മണമുള്ളവരാണ്. യേശുക്രിസ്തുവിനെ പോലെ ആ ക്രൈസ്റ്റ് എന്ന അനോയിൻറ്റ്മെൻ്റ് ഉള്ളവരാണ്. ക്രിസ്തുവിൻ്റെ മണമുള്ളവരാണ്. ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരാണ്. ക്രിസ്തുവിൻ്റെ ജീനുള്ളവരാണ്. നമ്മളൊക്കെ പലരും തള്ളിക്കളഞ്ഞ് പത്മോസിൻ്റെ ദ്വീപിലായിരിക്കുമ്പോൾ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട്. 10-80 വയസ്സ് വരെ ജോലി ചെയ്ത് കുടുംബം നോക്കിയ ആൾക്കാർ, കുടുംബാംഗങ്ങൾ തള്ളിക്കളഞ്ഞവർ, ഒറ്റയ്ക്ക് ജീവിതത്തിൽ അനാഥത്വം വരുത്തുന്നവർ, രോഗിയായിരിക്കുന്നവർ, ഭാരത്തിലിരിക്കുന്നവർ, സങ്കടത്തിലിരിക്കുന്നവർ, പ്രതിസന്ധികളിലിരിക്കുന്നവർ, ഇവരെല്ലാവരും ഒറ്റ കാര്യം അറിഞ്ഞാൽ മതി. അവരുടെ ഉള്ളിൽ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. യേശു ക്രിസ്തു എന്ന സുവിശേഷം അതാണ്. ക്രിസ്തു എന്ന് പറഞ്ഞാൽ ഒരു രൂപമല്ല, ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫോമാണ്. ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു പവറാണ്, അനോയിൻറ്റ്മെൻ്റാണ്. ഈ പവർ നിങ്ങളുടെ ഉള്ളിൽ ജീവിക്കുമ്പോൾ, ഈ പവറിൽ നിങ്ങൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ, നിങ്ങൾ ക്രിസ്തുവിനെ പോലെ സംസാരിക്കാൻ തുടങ്ങും, ക്രിസ്തുവിനെ പോലെ ആക്ട് ചെയ്യാൻ തുടങ്ങും, ക്രിസ്തുവിനെ പോലെ കാണുവാൻ തുടങ്ങും, ക്രിസ്തുവിനെ പോലെ കാര്യങ്ങൾ ബിഹേവ് ചെയ്യാൻ തുടങ്ങും, ക്രിസ്തുവിനെ പോലെ ചിന്തിക്കാൻ തുടങ്ങും, ക്രിസ്തുവിനെ പോലെ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ തുടങ്ങും. അപ്പോഴാണ് സങ്കീർത്തന പുസ്തകങ്ങളിൽ 3-ാമത്തെ അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ക്രൈസ്റ്റിനെ അകത്ത് ദണ്ഡിപ്പിക്കാതിരിക്കുക. ദൈവം നിങ്ങളെ പുതുതായി ജനിക്കുമ്പോൾ അകത്ത് വെച്ചിരിക്കുന്ന ക്രിസ്തു എന്ന ആ വലിയ ലൈറ്റിനെ നിങ്ങളുടെ എന്ത് വില കൊടുത്തും അതിനെ ഹോൾഡ് ചെയ്യാൻ പഠിക്കുക. സാമ്പത്തിക ഞെരുക്കം വരാം, പ്രശ്നങ്ങൾ വരാം, പ്രതിസന്ധികൾ വരാം. ഇന്നലെ നമ്മളോട് ചിരിച്ചവർ ഇന്ന് നമ്മളെ അപമാനിച്ചെന്ന് വരാം. ക്രിസ്തുവിൽ സഹിക്കാൻ, ക്രിസ്തുവിൽ അതിനെ ഒന്ന് ഹോൾഡ് ചെയ്യാൻ പഠിക്കാൻ പറ്റുമോ? ഇന്ന് ലോകത്തിൽ കുടുംബങ്ങളുടെ അകത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് ക്ഷമയില്ലാത്തത് കൊണ്ടാണ്. അകത്ത് ഹർട്ട് ചെയ്താൽ ഉടനെ തിരിച്ച് റിസൻ്റായിട്ട് നമ്മൾ പ്രശ്നം ഉണ്ടാക്കുകയാണ്. നമ്മൾ ഹോൾഡ് ചെയ്യാൻ പഠിക്കണം, ക്ഷമിക്കാൻ പഠിക്കണം. യേശു എല്ലായിടത്തും സംസാരിച്ചിട്ടില്ല. യേശു പലയിടത്തും മൗനമായിരുന്നു. അവൻ്റെ മൗനം ദൈവരാജ്യത്തെ പിടിച്ച് കുലുക്കി, ദൈവത്തിൻ്റെ രാജ്യം മുഴുവനും പിടിച്ച് കുലുക്കിയെന്ന് നമ്മൾ അറിയാതെ പോകരുത്. നിങ്ങളുടെ കുടുംബത്തിനകത്ത് വിഷയമുണ്ടെങ്കിൽ നിങ്ങളുടെ ചില സമയങ്ങളിൽ നിങ്ങൾ മൗനമായിട്ടിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും. ആ മൗനം നമ്മളെ ശീലിപ്പിക്കുന്നത് ദൈവരാജ്യമായ ക്രിസ്തു അകത്ത് ഭരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ ക്വാളിറ്റിയാണ്. നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ പ്രവൃത്തികളെല്ലാം ശുദ്ധീകരിക്കപ്പെട്ട്. ഞാൻ ഒന്നുകൂടെ ആ സങ്കീർത്തന പുസ്തകത്തിലേക്ക് വീണ്ടും വരികയാണ്. അവിടെ എഴുതിയിരിക്കുന്നു, 3-ാം വാക്യം, ആറ്റരികത്ത് നട്ടിരിക്കുന്നത്. അത് ലൈഫിനെ കുറിച്ച് പറയുകയാണ്. ആറെന്ന് പറഞ്ഞാൽ വെള്ളമാണ്. വെള്ളത്തിൽ എപ്പോഴും ലൈഫുണ്ട്. ഈ ലൈഫ് മിനറൽസ് ഉണ്ട്, അല്ലെങ്കിൽ ലൈഫുണ്ട്, മുഴുവൻ ധാതുക്കളും അതിനകത്തുണ്ട്. ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷത്തിൻ്റെ പ്രത്യേകത എല്ലാ ധാതുക്കളും കൊണ്ട് ഒഴുകി വരുന്നൊരു വെള്ളത്തിനെ അബ്സോർബ് ചെയ്ത് കുടിക്കുന്നതാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ സ്വഭാവം. ആറ്റരികത്ത് നട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അരികത്ത് നട്ടാൽ ഈ വെള്ളം അരികിൽ കൂടി പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അതിന് ആ വെള്ളത്തിൻ്റെ സ്വഭാവമായിരിക്കും എപ്പോഴും വരുന്നത്. വെള്ളം പരിശുദ്ധാത്മാവിനെ തിരുവെഴുത്ത് ചൂണ്ടിക്കാണിക്കുന്നു. നിങ്ങളുടെ ലൈഫിൻ്റെ എപ്പോഴും നിങ്ങളുടെ ചുറ്റുപാടും വെള്ളത്താൽ നിറയപ്പെട്ട, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ തേജസ്സിൽ നിറയപ്പെട്ടാണ്.
അത് പള്ളിയിൽ പോയെന്ന് പറഞ്ഞുകൊണ്ടോ, സ്നാനപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ടോ, ആരാധിച്ചെന്ന് പറഞ്ഞുകൊണ്ടോ, എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞിട്ട് വരത്തില്ല. ക്രൈസ്റ്റ് എന്ന അനോയിൻറ്റ്മെൻറ്റ് അകത്തുണ്ടെന്ന് വിശ്വസിക്കുകയും ആ അനോയിൻറ്റ്മെൻറ്റിനെ തന്നെക്കാളും ശ്രേഷ്ഠകരമായി ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും കൊണ്ടു നടക്കുകയും ചെയ്ത ഒരു മനുഷ്യനാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ പോകുന്ന യാത്രകൾ മുഴുവനും ബ്ലസ്ഡ് ആയിരിക്കും. അവൻ തക്ക കാലത്ത് ഫലം കായ്ക്കും. ആ പ്രശ്നമാണ് ഭയങ്കര പ്രശ്നം. തക്ക കാലത്ത് ഫലം കായ്ക്കാൻ ആർക്കും പറ്റത്തില്ല. തക്ക സമയത്ത് കുഞ്ഞുങ്ങളുണ്ടാകുക. ബൈബിളിലെ ഏറ്റവും വലിയ ബ്ലസ്ഡ് മെസ്സേജാണ് തക്ക സമയം എന്ന് പറയുന്നത്. തക്ക സമയത്ത് വിവാഹം നടക്കുക, തക്ക സമയത്ത് ജോലി കിട്ടുക, തക്ക സമയത്ത് കുഞ്ഞുങ്ങളുണ്ടാകുക, തക്ക സമയം എന്ന ആ വാക്കിനെ ആ വാക്ക് ഭയങ്കര ഒരു വാക്കാണ്. നമ്മുടെ ജീവിതത്തിലെ ക്രമം തെറ്റിയ കാര്യങ്ങൾ നടക്കുന്നത്. പക്ഷെ തക്ക സമയത്ത് പഠിത്തം പൂർത്തിയാക്കുക, തക്ക സമയത്ത് ജോലി കിട്ടുക, തക്ക സമയത്ത് ആഗ്രഹിച്ച ജോലി കിട്ടുക, തക്ക സമയത്ത് എല്ലാ കാര്യങ്ങളും നടക്കണമെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ട നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കുറേ ബാങ്ക് ബാലൻസ് അല്ല, കുറേ വിദ്യാഭ്യാസവും കുറേ ജോലിയും, നിങ്ങൾ ഒരു വലിയ എന്ത് പറയുന്ന വലിയ ബ്ലസ്ഡ് ലൈഫ് സ്റ്റൈലൊന്നുമല്ല. ക്രിസ്തുവിനാണ് കൊടുക്കുന്നത്. നിങ്ങൾ ഈ ഭൂമി വിട്ട് മാറ്റപ്പെട്ടു പോകും. അടുത്ത തലമുറ ക്രിസ്തുവിനെ ഹോൾഡ് ചെയ്യണം. അവരുടെ ഉള്ളിൽ ഒരു ദൈവം ജീവിച്ചിരിപ്പുണ്ട്, അല്ലെങ്കിൽ ക്രൈസ്റ്റ് ജീവിച്ചിരിപ്പുണ്ടെന്ന് അവർക്ക് മനസ്സിലാകണം. ഈ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഈ പ്രപഞ്ചത്തിനകത്ത് സസ്യങ്ങൾക്കും മൃഗങ്ങൾക്കും മനുഷ്യർക്കും പ്രപഞ്ചത്തിനും ദൈവം റൂൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു വൃക്ഷത്തെ വെട്ടിക്കഴിഞ്ഞാൽ ആ വൃക്ഷം വീണ്ടും പൊട്ടിക്കിളർക്കും. ഒരു മണ്ണ് കുഴിച്ചെടുത്തു കഴിഞ്ഞാൽ മേൽമണ്ണ് പുറത്തു വന്നാലും പഴയ മുകളിലത്തെ മണ്ണിൻ്റെ ആഴത്തിലുള്ള മണ്ണിൻ്റെ കളർ മേൽമണ്ണുമായിട്ട് വ്യത്യാസമാണ്. പക്ഷേ അതിട്ട് കഴിയുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് ഭൂമി ഒന്നായി മാറും. വൃക്ഷത്തിൽ ഫലമെടുത്താലും തീരത്തില്ല. സമുദ്രത്തിലെ മത്സ്യങ്ങൾക്ക് നിയമം വെച്ചിട്ടുണ്ട്. മനുഷ്യർക്കും ദൈവം നിയമം ഭൂമിയിൽ വെച്ചിട്ടുണ്ട്. മനുഷ്യൻ ഭൂമിയെ നിയന്ത്രിക്കാനും കാക്കാനും കൊടുത്തപ്പോൾ ഒരു ഭാഗത്ത് അവൻ നശിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവനെ അത് ആ റൂള് തെറ്റിച്ച് അവൻ പുറത്തു പോയാൽ ആ റൂള് അവനെ തിരിച്ചകത്താക്കും. കടലിന് ദൈവം റൂള് വെച്ചിട്ടുണ്ട്. നമ്മുടെ പ്രപഞ്ചത്തിൽ റൂള് വെച്ചിട്ടുണ്ട്. മനുഷ്യൻ ഒരുത്തനെ ചതിച്ചാൽ ദൈവമല്ല അവന് പകരം കൊടുക്കുന്നത്, ഈ ഭൂമിയിൽ സെറ്റ് വെച്ചിരിക്കുന്ന റൂളാണ്. ഈ ഭൂമിക്കകത്ത് മനുഷ്യൻ അതിർ കടന്ന് പോകാതിരിക്കാൻ ദൈവം റൂള് വെച്ചിട്ടുണ്ട്. ഒരു മനുഷ്യനെ ഉപദ്രവിച്ചാൽ അതേ നാണയത്തിൽ തിരിച്ചു കിട്ടുന്നത് ദൈവമല്ല അവന് തിരിച്ചു കൊടുക്കുന്ന റൂളാണ്. പ്രപഞ്ചത്തിൽ ദൈവം ഒരു നിയമം വെച്ചിട്ടുണ്ട്. മൃഗങ്ങൾക്കൊരു നിയമം വെച്ചിട്ടുണ്ട്. അവർക്കൊരു അതിര് വെച്ചിട്ടുണ്ട്. ദൈവ മക്കൾക്കും ദൈവത്തെ വിശ്വസിക്കുന്നവർക്കും ദൈവം റൂള് വെച്ചിട്ടുണ്ട്. ആ റൂൾ, ചിലർ പറയും ദൈവം സ്നേഹമാണ്, ഞാനും പറയും ദൈവം സ്നേഹമാണ്. പക്ഷെ അതേ ദൈവത്തിന്, അതേ ക്രൈസ്റ്റിന് നിന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളുടെ മേലും വരട്ടെ എന്ന് പറഞ്ഞ ഒരു വിഭാഗം അപ്പുറത്ത് നിൽക്കുമ്പോൾ, അപ്പുറത്തൊരു വിഭാഗം നിൽക്കുകയാണ് പടയാളികൾ. യേശുവിനെ ക്രൂശിക്കുകയും അടിക്കുകയും മുറിവേൽപ്പിക്കുകയും ചെയ്ത പടയാളികൾ അപ്പുറത്തെ ഭാഗത്ത് നിൽക്കുന്നു. ഇപ്പുറത്തെ ഭാഗത്ത് യഹൂദ പുരോഹിതന്മാരും പരീശന്മാരും സദൂക്യന്മാരും ശാസ്ത്രിമാരും നിൽക്കുന്നു. ഈ പടയാളികളെ നോക്കിയിട്ട് യേശു പറഞ്ഞു, കർത്താവെ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണം. അവർ അവരുടെ ഡ്യൂട്ടി ചെയ്യുകയാണ്. പക്ഷേ ഇപ്പുറത്തൊരു വിഭാഗം പറയുന്നു, ഇവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളുടെ മേലും വരട്ടെ. ആ റൂളിനെ അവർ തെറ്റിച്ചപ്പോൾ, കുറ്റമില്ലാത്തവൻ്റെ രക്തത്തെ അവർ ക്രൂശിച്ചപ്പോൾ, ആ ജനതയുടെ മേൽ ഹിറ്റ്ലർ വാണ നാൾ വരെയും, ഹിറ്റ്ലറിൻ്റെ ആ കാലഘട്ടം വരെയും അവർ പീഡിപ്പിക്കപ്പെട്ടു. മനസ്സിലായോ? ദൈവം പ്രപഞ്ചത്തിൽ സ്നേഹമാണെങ്കിലും റൂള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കും റൂള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ സ്നേഹിക്കുന്ന, എന്നെ പ്രാർത്ഥിക്കുന്നവർ ഒറ്റക്കാരെ ആലോചിക്കണം. ഈ 1-ാം സങ്കീർത്തനം നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രാക്ടിക്കബിൾ ആക്കണമെങ്കിൽ, ഒന്നാമത്തേതായിട്ട് നിങ്ങൾ ക്രൈസ്റ്റ് എന്ന ഫോമിൽ നിങ്ങൾ ജീവിക്കാനും ധ്യാനിക്കാനും പഠിക്കണം.
ബൈബിൾ എടുത്ത് എത്ര പ്രാവശ്യം നിങ്ങൾ വായിച്ചാലും ആ അനുഗ്രഹം നിങ്ങൾ കൈനീട്ടി എടുക്കാൻ പറ്റത്തില്ല. ആ അനുഗ്രഹം കൈനീട്ടി എടുക്കാൻ പറ്റിയ ഒറ്റ സമൂഹമേ ഉള്ളൂ, അത് ക്രിസ്തുവിനെ വഹിക്കുന്നവരാണ്. പള്ളി പോകുന്നവരോ പട്ടക്കാരോ ഒന്നുമല്ല. ക്രൈസ്റ്റ് എന്ന ഫോമിനെ അബ്സോർബ് ചെയ്ത് പുതുതായി ജനിച്ച് ദൈവത്തിന് സങ്കടമുണ്ടാക്കാത്ത രീതിയിൽ അതിനെ എന്തു വില കൊടുത്തും താങ്ങുന്നവരാണ് ഒറിജിനലി ക്രൈസ്റ്റ് ഫോമിലുള്ളവർ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ തക്ക സമയത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ അടുത്ത ആഴ്ച ബാക്കി ചർച്ച ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് അനുവദിക്കുന്ന പക്ഷം, കർത്താവ് പുതിയ വിഷയങ്ങൾ തന്നില്ല എങ്കിൽ ആ വിഷയങ്ങൾ നമ്മൾ വീണ്ടും ചർച്ച ചെയ്യും. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.